ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 5 ശ്ലോകം 8. ശബ്ദാദ്യോമ തത സസർജിത വിഭോ സ്പർശം തഥോ മാരുതം തസ്മാദ്രൂപമതോ മഹോദചരസം തോയം ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവപൂർവകലനാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. അല്ലയോ വിഭോ, ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശമെന്ന പഞ്ചഭൂതത്തെയും ആകാശമെന്ന പഞ്ചഭൂതത്തിൽ നിന്ന് സ്പർശമെന്ന തന്മാത്രയെയും സ്പർശമെന്ന തന്മാത്രയിൽ നിന്ന് വായുവെന്ന പഞ്ചഭൂതത്തെയും വായുവെന്ന പഞ്ചഭൂതത്തിൽ നിന്ന് രൂപമെന്ന തന്മാത്രയും രൂപത്തിൽ നിന്ന് അഗ്നി എന്ന പഞ്ചഭൂതവും അഗ്നി എന്ന പഞ്ചഭൂതത്തിൽ നിന്ന് രസമെന്ന തന്മാത്രയും രസമെന്ന തന്മാത്രയിൽ നിന്ന് ജലമെന്ന പഞ്ചഭൂതവും ജലമെന്ന പഞ്ചഭൂതത്തിൽ നിന്ന് ഗന്ധമെന്ന തന്മാത്രയും ഗന്ധമെന്ന തന്മാത്രയിൽ നിന്ന് ഭൂമി എന്ന പഞ്ചഭൂതവും അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. അല്ലയോ മാധവ, ഇങ്ങനെ മുമ്പ് ഉണ്ടായതിൻ്റെ സംബന്ധനം കാരണം ആദ്യം ഉണ്ടായ ധർമ്മങ്ങളോടുകൂടിയ പഞ്ചഭൂതങ്ങളുടെ സംഘത്തെ ഭവാൻ തന്നെ താമസാംശത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു. അതായത് ആകാശത്തിന് ആകെ ഒരേ ഒരു ഗുണമാണുള്ളത്, അത് ശബ്ദഗുണമാണ്. എന്നാൽ വായു എന്ന പഞ്ചഭൂതത്തിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ ഗുണമായ സ്പർശവും ഉണ്ട്. അഗ്നി എന്ന പഞ്ചഭൂതത്തിലെത്തുമ്പോൾ അതിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ ഗുണമായ സ്പർശവും അഗ്നിയുടെ ഗുണമായ രൂപവുമുണ്ട്. അടുത്ത പഞ്ചഭൂതമായ ജലത്തിലെത്തുമ്പോൾ ജലത്തിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ ഗുണമായ സ്പർശവും അഗ്നിയുടെ ഗുണമായ രൂപവും ജലത്തിൻ്റെ ഗുണമായ രസവുമുണ്ട്. പഞ്ചഭൂതമായ ഭൂമിക്ക് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ ഗുണമായ സ്പർശവും അഗ്നിയുടെ ഗുണമായ രൂപവും ജലത്തിൻ്റെ ഗുണമായ രസവും ഭൂമിയുടെ ഗുണമായ ഗന്ധവുമുണ്ട്. അങ്ങനെ 5 ഗുണങ്ങളും ഉള്ളതാണ് നമ്മുടെ ആവാസസ്ഥാനമായ ഭൂമി. അങ്ങനെ താമസാംശത്തിൽ നിന്ന് 5 തന്മാത്രകളും അവയ്ക്കാസ്പദമായ പഞ്ചഭൂതങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ഈ സർവ്വപ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ള സകലതും നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.